ജിദ്ദയിലെ ഒരു ഫ്ലാറ്റിൻ്റെ ഒരു മലയാളിയുടെ ഒരു ഫ്ലാറ്റിൻ്റെ കുടിയിരിക്കലിന് വന്നതാട്ടോ. ജിദ്ദയിൽ നമ്മുടെ ആന്തുലസ് മാളിനൊക്കെ ഏതാണ്ട് ഓപ്പോസിറ്റുള്ളൊരു ഫ്ലാറ്റ്, ആ ഒരു ഫ്ലാറ്റിലേക്ക് മാത്രമുള്ള ലിഫ്റ്റാണിത്. എന്നിട്ട് ഇതാ വളരെ വിശാലമായൊരു ഫ്ലാറ്റ്. ഇപ്പോൾ സൗദിയിൽ റിയൽ എസ്റ്റേറ്റ് നിയമങ്ങളൊക്കെ, അപ്പോൾ വിദേശികൾക്ക് ഫ്ലാറ്റ് വാങ്ങാം, സ്വത്ത് വാങ്ങാം, അതിനൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടല്ലോ. അപ്പോൾ ആ നിയമമൊക്കെ വന്നതിന് ശേഷം ഒരുപാട് മലയാളികൾ ഇപ്പോൾ ഫ്ലാറ്റുകളൊക്കെ വാങ്ങാൻ തുടങ്ങി. ഒരു 5-6 കൊല്ലത്തെ വാടക ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് നമ്മുടെ പേരിൽ ഫ്ലാറ്റ് വാങ്ങാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫ്ലാറ്റിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. വളരെ വിശാലമായ ഫ്ലാറ്റാണ്. 5-6 റൂമും 4 വാഷ്റൂമുകളും അതോടൊപ്പം തന്നെ വളരെ എല്ലാ സൗകര്യങ്ങളും ഇവരെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത് കണ്ടില്ലേ, നാസർ ഖാൻ അസ്സലാമു അലൈക്കും. നാസർ TN പുരം നമ്മളെ എമറാൾഡ് ബിസിനസ് കൺസൾട്ടൻസിൻ്റെ ചെയർമാനാണ്. നാസർ ഖാൻ്റെ ആണ് ഈ ഫ്ലാറ്റ്. ഏതായാലും ഇന്ന് കുടിയിരിക്കൽ ഇപ്പോൾ ഇന്ന് കഴിയാണ്. നാസർ ഖാൻ, നമുക്ക് ഈ ഫ്ലാറ്റിനെ കുറിച്ചും ഈ ഫ്ലാറ്റിനെ കുറിച്ചല്ല, മൊത്തം ഇപ്പോൾ മലയാളികൾക്ക് ഇപ്പോൾ ഫ്ലാറ്റ് വാങ്ങാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് വിശദമായ കാര്യങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നാസർ ഖാൻ മബ്രൂക്ക്. അപ്പോൾ ശരിക്കും റിയൽ എസ്റ്റേറ്റ് നിയമമൊക്കെ മാറിയതിന് ശേഷം ഈ വിദേശികൾ, പ്രത്യേകിച്ച് മലയാളികളൊക്കെ ഭൂമി വാങ്ങാൻ തുടങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഫ്ലാറ്റുകളൊക്കെ ഓൾറെഡി പല മലയാളികളും വാങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞാൻ നേരത്തെ പറയായിരുന്നു 5-6 വർഷത്തേക്ക് വാടക ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തം ഫ്ലാറ്റ് വാങ്ങാൻ പറ്റും. ആ രൂപത്തിൽ ഇവിടെ ഉണ്ട്. അവിടെ നല്ല പ്രൈം ലൊക്കേഷൻ അല്ലേ? എന്താണ് ഇതിൻ്റെ നിയമം? എങ്ങനെയാണ് ഇപ്പോൾ ഒരു മലയാളിക്ക്, സാധാരണക്കാർക്ക് ഫ്ലാറ്റ് വാങ്ങാൻ പറ്റുക? അത് പുതിയ അപ്ഡേറ്റ് പ്രകാരം നമുക്ക് സാധാ ഇക്കാമയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ഈ സാജിയ മിസ ഡിപ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളുകൾക്ക് ഇവിടെ തീർച്ചയായിട്ടും സാധാ ഇക്കാമയാണെങ്കിൽ പോലും നമുക്ക് ഇവിടുന്ന് ഫ്ലാറ്റോ അല്ലെങ്കിൽ വില്ലയോ വാങ്ങാം. അത് നേരത്തെ അല്ലെങ്കിലും ഹൈ പ്രൊഫഷണൽ ആളുകൾക്ക് പറ്റും. കാരണം ശമ്പളം ഒരു മാൻഡേറ്ററി ആണ്. ആളുകൾ 40,000-50,000 ഒക്കെ റിയാൽ ഒരു കൊല്ലത്തിൽ വാടക കൊടുക്കുന്ന ആളുകളാണ്. അതെ, പല ആളുകളും അല്ലേ? അതെ അതെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇതിപ്പോൾ ഈ ഒരു ഫ്ലാറ്റ്, ഇതുപോലുള്ളൊരു ഫ്ലാറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഏരിയ എത്രയാണ്, ഇതിൻ്റെ പ്രൈസ് എത്രയാണ്, ഏത് മുതലുള്ളതാണോ പ്രൈസ് ഇപ്പോൾ നിലവിൽ മാർക്കറ്റിലുള്ളത്? മാർക്കറ്റിൽ ഇപ്പോൾ ഉള്ളത് 4 ലക്ഷം മുതൽക്ക്, ഒരു അത്യാവശ്യം ഏറ്റവും ചെറിയൊരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത് 4 ലക്ഷം മുതലൊക്കെ സ്റ്റാർട്ടിംഗ് ആണ്. 4 ലക്ഷം റിയാൽ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അതിനുശേഷം 6 ലക്ഷം, 7 ലക്ഷം, 1 മില്യൺ. അത് ഫ്ലാറ്റിൻ്റെ വലുപ്പം അല്ലെങ്കിൽ ലൊക്കേഷനും അനുസരിച്ചായിരിക്കും കിട്ടുന്നത്. ഇതിപ്പോൾ ആന്തുലസ് മാളിൻ്റെ അടുത്ത് ആണ്. യൂണിവേഴ്സിറ്റി ഓപ്പോസിറ്റ് ദർബൽ ഹർമൈൻ, അൽഫൈഹ. അപ്പോൾ ഇവിടെ ഒക്കെ ഈ ഒരു ലൊക്കേഷനിൽ പോകുന്ന ഒരാൾക്ക് 4 ലക്ഷം റിയാലിനോ 5 ലക്ഷം റിയാലിനൊക്കെ ഫ്ലാറ്റ് കിട്ടും. ഓക്കെ. എന്നിട്ട് ഇത് നമുക്ക് നമ്മുടെ സ്വന്തം പേരിൽ നമുക്ക് വേറെ ആളുകൾക്ക് വാടക കൊടുക്കുകയും ചെയ്യാം. അതെ, നമ്മളെ സ്വന്തം പേരിൽ മേടിക്കുകയും ചെയ്യാം, വേറെ ആളുകൾക്ക് വാടക കൊടുക്കുകയും ചെയ്യാം പുതിയ നിയമപ്രകാരം. ഓക്കെ. ഈ ഒരു ഫ്ലാറ്റിൻ്റെ സൗകര്യം ഞാൻ കണ്ടത്, ഒന്ന് അടുത്ത് തന്നെ ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്, പാർക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫ്ലോറിലേക്ക് മാത്രമായിട്ട് ലിഫ്റ്റ്, അതായത് ഓരോ ഫ്ലാറ്റിലേക്കും ലിഫ്റ്റ്. ഒരു ലിഫ്റ്റ് ഇത് 5ാമത്തെ ഫ്ലോറിൽ, 5ാമത്തെ 5 നിൽക്കിയാൽ ഈ ഒരു ഫ്ലാറ്റ് മാത്രമേ ഉള്ളൂ. അതെ. അങ്ങോട്ടോ തിരിഞ്ഞു പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരെ കയറി വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫ്ലാറ്റിൻ്റെ ഡോറിലേക്കാണ് കയറുന്നത്. പ്രൈവസി. നിങ്ങൾക്ക് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ നാസർക്കാർക്ക് അല്ലാന്നുണ്ടെങ്കിൽ എമറാൾഡിന് എന്ത് സർവീസാണ് ഇത് ആവശ്യമുള്ള ആളുകൾക്ക് ചെയ്യാൻ പറ്റുക? നമുക്ക് തീർച്ചയായിട്ടും ഇത് ആവശ്യമുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും വാങ്ങിക്കൊടുക്കാൻ കഴിയും. മെയിനായിട്ട് ഇത് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്യണം. നമ്മൾ ഈ പേപ്പേഴ്സ് പ്രോപ്പറാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം ഇത് മേടിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ പലവിധ ട്രാപ്പിലും പെട്ടുപോകാനുള്ള സാധ്യതകളുണ്ട് എന്നാണ്. അപ്പോൾ പുതിയ പരമാവധി മേടിക്കുന്നത് പുതിയത് വാങ്ങുക. ഇനി പഴയതായാലും കുഴപ്പമില്ല, അതിൻ്റെ പേപ്പറുകളെല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ മേടിക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ മാത്രമല്ല, ഈ ഫ്ലാറ്റ് നമുക്ക് വിൽക്കണമെങ്കിൽ വിൽക്കും ചെയ്യാം. ഇപ്പോൾ ഇന്ന് ഉള്ളൊരു വില, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 4 ലക്ഷം 5 ലക്ഷത്തിനൊക്കെ കിട്ടാണ്ടെന്ന്. ചിലപ്പോൾ 2 വർഷം കഴിഞ്ഞാൽ ഈ വിലക്കൊന്നും ഇവിടെ ഫ്ലാറ്റ് കിട്ടത്തില്ല. പ്രത്യേകിച്ച് ജിദ്ദ സിറ്റിയിൽ തന്നെ കിട്ടാൻ പ്രയാസമായിരിക്കും. ശരിയാണ്. ജിദ്ദയിലെ ഈ ജനസംഖ്യ തന്നെ, പോപ്പുലേഷൻ തന്നെ ഇരട്ടിയിലധികം ആകാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് വരാൻ പോകുന്നു. ഓക്കെ. അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോജക്റ്റുകൾ ഇവിടെ വരാൻ പോകുന്നു ഈ ഏരിയയിലൊക്കെ. അപ്പോൾ അതിൻ്റെ വില കൂടാനുള്ള സാധ്യതയുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ ആളുകൾക്ക് എപ്പോൾ വേണമെങ്കിൽ ഇത് വിൽക്കാൻ പറ്റും. വില കൂടാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ഇന്ന് കിട്ടുന്ന വിലക്ക് അത് അടുത്ത വർഷത്തിലോ അല്ലെങ്കിൽ 2 വർഷം കഴിഞ്ഞോ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്.
അത് മാത്രമല്ല സിറ്റികളിൽ ഇനി ഒരു 3-4 വർഷം കഴിഞ്ഞാൽ സിറ്റികളിൽ കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. അത് പറഞ്ഞാൽ നേരത്തെ ഇക്കാമുള്ളവർക്കേ വാങ്ങാൻ പറ്റുള്ളൂ, അത് ഒരു ഫ്ലാറ്റ് മാത്രമേ വാങ്ങാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ ഇക്കാമ വേണമെന്നില്ല, പാസ്പോർട്ട് ആണെങ്കിലും നമുക്ക് വാങ്ങാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പുറത്ത് നിന്നും കൊണ്ടും ഇവിടെ ഫ്ലാറ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റും, അല്ലെ ഫ്ലാറ്റോ അല്ലെ വില്ലയോ. അപ്പോൾ ഇത്രയാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. സാധാരണ വാടക കൊടുക്കുന്ന പ്രൈസിന് ഫ്ലാറ്റ് സ്വന്തമാക്കുകയാണ്. അത് വേണമെങ്കിൽ അവർക്ക് താമസിക്കാം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് വേണമെങ്കിൽ വിൽക്കാം. വിൽക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ജിദ്ദയിലെ മാർക്കറ്റ് അനുസരിച്ച് മനസ്സിലാകുന്നത് കുറച്ചുകൂടി കഴിഞ്ഞാൽ റേറ്റൊക്കെ ഒരുപാട് കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം ഫ്ലാറ്റുകളൊക്കെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും അതെ തീർച്ചയായിട്ടും എല്ലാവിധ സഹായങ്ങളും നമ്മളെ ഓഫീസ് ചെയ്തു കൊടുക്കും, ബന്ധപ്പെട്ടാൽ കൊടുക്കുകയും ചെയ്യും. അത് നല്ല ലൊക്കേഷൻ നോക്കി നമ്മളെ കറഫത്തിൻ്റെ ഒത്തിരി ഫ്ലാറ്റുകളും വില്ലകളൊക്കെ ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, നമുക്കറിയാവുന്ന പേപ്പേഴ്സ് എല്ലാം ചെക്ക് ചെയ്താണ്. അതൊക്കെ ആളുകൾക്ക് ആവശ്യമുണ്ട്, ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും മേടിച്ചു കൊടുക്കാൻ കഴിയും. അപ്പോൾ ഓക്കെ, താങ്ക് യു വെരി മച്ച്. ജിദ്ദയിൽ ആന്തുലസ് മോളിൻ്റെ ഓപ്പോസിറ്റുള്ള അൽയാസ്മിൻ മോളാണിത്. ആ യാസ്മിൻ മോളിൻ്റെ നേരെ ഏതാണ്ട് ബാക്കിലാണ് ഈ ഫ്ലാറ്റ് സമുച്ചയങ്ങളൊക്കെ ഉള്ളത്. ഇഷ്ടംപോലെ ഫ്ലാറ്റുകളുടെ പണി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 4 ലക്ഷം റിയാൽ 5 ലക്ഷം റിയാൽ എന്നൊക്കെ പറയുന്നത് ഒറ്റയടിക്ക് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അത് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് തവണകളായിട്ട് കൊടുക്കാനുള്ള സൗകര്യമുണ്ട് കേട്ടോ.